സ്വാഗതം ചെയ്യാം ഇതിലെ കുട്ടികളെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ജെയിംസ് ബോണ്ട് സിനിമകൾ കാണുമ്പോഴാണ് പൊതുവെ കരയിലും കടലിലും ആകാശത്തൊക്കെ പോകുന്ന കാറുകൾ ജെയിംസ് ബോണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മേജർ പറഞ്ഞു നമ്മളെ മിലിറ്ററി ഇവർക്കുണ്ട്, ആർമിക്കുണ്ട് തുടങ്ങിയ ടാങ്കുകളൊക്കെ. ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യണം, ആ പ്രോജക്റ്റ് എത്രമാത്രം വയബിൾ ആവും എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. എനിവേ എന്റെ വക അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് സർ. കേരളത്തിൽ അത്യാവശ്യമാണ്. കാരണം ഒരു 6-7 മാസം ഒഴിച്ച് ബാക്കിയുള്ള 4-5 മാസം റോഡില്ല, തോടാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇത് കേരളത്തിന് അത്യാവശ്യമാണ്. അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊപ്പലേഴ്സ് പുറത്തേക്ക് വരുന്നു. അപ്പൊ കുറച്ചുകൂടെയൊക്കെ പോളിഷ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇന്നോവേഷൻ. കൺസെപ്റ്റ് തന്നെ സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാമെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഒരു വേൾഡ് ഓട്ടോ ഷോയിലൊക്കെ കോൺസെപ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് യു ടു കം ഓൺ ആൻഡ് പെർഫോം ഓൺ ദാറ്റ് വേൾഡ് ഷോസ് ഇഫ് യു ആർ മേക്കിംഗ് ദാറ്റ് ഗുഡ് പ്രോട്ടോടൈപ്പ്. ഇതിന്റെ നേവൽ ഇലക്ട്രിക് സൈഡിലൂടെ വരും ഇതിന്റെ ഡിസൈൻ വരുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡിസൈനേഴ്സ് എല്ലാം കൊച്ചി ഓഫീസിലുണ്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കൊച്ചിയിൽ വന്ന് കാര്യം അതിന്റെ സോഫ്റ്റ്വെയർസ് വേണം, അതിന്റെ ടെക്നിക്കൽ ഹെൽപ്പ് എന്ത് വേണമെങ്കിലും അവർക്ക് നമ്മൾ. സുരക്ഷാ പരിശീലനങ്ങൾ, വിനോദ പഠന യാത്രകൾ, മെഗാ ജോബ് ഫെയറുകൾ, വിവിധ ക്ലാസുകൾ, സ്പോർട്സ്, കമ്പ്യൂട്ടർ ക്ലാസുകൾ, സാമ്പത്തിക സാക്ഷരതാ ക്ലാസുകൾ, ഊർജ ക്ലാസുകൾ, ആഘോഷങ്ങൾ തുടങ്ങി സ്ഥാപനത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏത് ഉന്നത സ്ഥാപനങ്ങളോടും കിടപിടിക്കുന്നതാണ്. സ്ഥാപനത്തിലെ വിവിധ പരിപാടികൾ, കണ്ടുപിടുത്തങ്ങൾ എന്നിവയെക്കുറിച്ച് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആഴം വിളിച്ചോതുന്നു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ഏറെ മുന്നിലാണ് സെൻട്രൽ ITC എന്ന സ്ഥാപനം. വരൾച്ചയിൽ പ്രയാസപ്പെടുന്ന കേരളത്തിൽ ജലസംരക്ഷണ ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഏതു വീട്ടിലും സ്ഥാപിക്കാവുന്ന കിണർ റീചാർജിംഗ് കിറ്റ് ആകർഷകമായി തയ്യാറാക്കി ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാതൃകയായിരുന്നു. വരൾച്ചയിൽ മാത്രമല്ല പ്രളയത്തെ നേരിടാനും കാർബൺ മാലിന്യങ്ങൾ കുറയ്ക്കാനും ഉതകുന്ന പ്രതീകാത്മക പ്രവർത്തനങ്ങളും നടത്തി. ഇവയെക്കുറിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കണ്ടുപിടുത്തവുമായി അഭിമാനമാവുകയാണ് കണ്ണൂർ ഇരിട്ടിയിലെ ഈ കുട്ടികൾ. ഇരിട്ടി സെൻട്രൽ ITCയിലെ വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങളിൽ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഒരു കാർ. പഠനം സിലബസിൽ ഒതുങ്ങേണ്ടതല്ലെന്നും വിശാല ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാകണം അറിവ് വിപുലപ്പെടുത്തേണ്ടതെന്നും ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും അധ്യാപകരും. പ്രളയമുണ്ടായാലും ഇനി യാത്ര മുടങ്ങില്ല. കരയിലും വെള്ളത്തിലും ഓടുന്ന കാറുമായി കണ്ണൂരിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഇരിട്ടി സെൻട്രൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് ഇലക്ട്രിക് കാറിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. റോഡിലൂടെ ഇതുപോലെ അതിവേഗത്തിൽ പായാം. 4 ചക്രം ഉണ്ടെങ്കിലും ഓട്ടോറിക്ഷയുടേതിന് സമാനമാണ് രൂപം. ടയറുകളും ഓട്ടോറിക്ഷയുടേതാണ്. കരയിൽ മാത്രമല്ല വെള്ളത്തിലും ഈ കാർ സുഖമായി ഓടിക്കാം. അതായത് വെള്ളപ്പൊക്കം അടക്കമുള്ള സാഹചര്യങ്ങളെ ഇനി പേടിക്കേണ്ടി വരില്ലെന്നർത്ഥം. ഇരിട്ടി സെൻട്രൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ. കുറഞ്ഞ മുതൽ മുടക്കിലാണ് നിർമ്മാണം. ഇലക്ട്രിക് കാർ ആയതിനാൽ മലിനീകരണവും കുറവ്. കരയിലും വെള്ളത്തിലും ഓടിക്കാൻ സാധിക്കുന്ന വാഹനം നിർമ്മിച്ച് ഇരിട്ടി ITC വിദ്യാർത്ഥികൾ. സെൻട്രൽ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൗണ്ടേഷന് കീഴിലുള്ള സെൻട്രൽ ITCയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് മൾട്ടിപർപ്പസ് ഇലക്ട്രിക്കൽ കാർ വികസിപ്പിച്ചെടുത്തത്. നഗരങ്ങളിൽ വർദ്ധിച്ചുവരുന്ന കാർബൺ മാലിന്യങ്ങളെ കുറയ്ക്കാനും അതോടൊപ്പം കേരളത്തിൽ തൊട്ടടുത്ത വർഷങ്ങളിലുണ്ടായ പ്രളയവുമാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചത്. ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെയാണ് എന്നതിന് ഉദാഹരണമാണ് CTTF കീഴിലെ സെൻട്രൽ ITC.